ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇതുപോലൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ എന്തിനാണ് എന്റെ ഡ്രീം പ്രൊഫഷൻ ആയിട്ടുണ്ടായിരുന്ന ടീച്ചിങ് ക്വിറ്റ് ചെയ്തത്. എന്താണ് ഇതിന്റെ റീസൺ? ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരുന്നോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരുന്നോ? എന്റെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ നന്നായിട്ട് അറിയാം ഞാൻ ടീച്ചിങ് എന്ന് പറയുന്ന എന്റെ പ്രൊഫഷനോട് എത്രത്തോളം പാഷനേറ്റ് ആയിരുന്നു, ഞാൻ എത്ര ആഗ്രഹിച്ചാണ് ആ ഒരു പ്രൊഫഷനിലേക്ക് വന്നത് എന്നൊക്കെ. പക്ഷെ എന്തിനാണ് ഞാൻ ആ ജോലി ക്വിറ്റ് ചെയ്തത്? എന്നിട്ട് ഞാനിപ്പം കൂടുതൽ ഇൻകം ഉണ്ടാക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങളൊക്കെ കുറെ ആൾക്കാർക്കുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ടീച്ചിങ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷനെ പറ്റി കുറെ ആൾക്കാർക്ക് ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. അപ്പം എന്റെ കുറച്ച് ടീച്ചിങ് എക്സ്പീരിയൻസും എന്തിനാണ് ഞാൻ ആ ജോലി ക്വിറ്റ് ചെയ്തത് ആൻഡ് വാട്ട്സ് മൈ കറന്റ് സ്റ്റാറ്റസ് നൗ, അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി എന്തിനാണ് ഞാൻ ടീച്ചിങ് ക്വിറ്റ് ചെയ്തത് എന്ന് പറയുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഞാൻ ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ ചൂസ് ചെയ്തു എന്ന് നിങ്ങളോട് ഞാൻ പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുവാണെങ്കിൽ, നമ്മൾ മിഡിൽ ക്ലാസ് ഫാമിലി എന്നൊക്കെ പറയില്ലേ, എന്റെ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞാൽ പോരാ, എന്റെ ഫാമിലിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ നമ്മുടെ പേരൻസ് അന്നന്ന് ജോലിക്ക് പോയാൽ പോലും നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അങ്ങനത്തെ ഒരു സ്റ്റാറ്റസ് ആയിരുന്നു നമ്മുടെ ഫാമിലിയുടെ. ബട്ട് ആ ഒരു ടൈമിലൊന്നും നമുക്കതൊരു ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ഒരു പ്രോബ്ലം എന്നുള്ള രീതിയിൽ അത്രയ്ക്ക് ഫീൽ ചെയ്യുന്നില്ല. ബട്ട് വി നോ കുറച്ചുകൂടെ നമ്മുടെ എന്താണ് ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഐഡിയ മനസ്സിലുണ്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞ എന്താണെന്ന് പറയുന്നത്, നമുക്ക് എപ്പോഴും നമ്മളിപ്പോ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ അതിൽ യൂസ്ഡ് ആയിരിക്കും. ഓക്കെ, നമ്മളത് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയങ്ങ് സ്ട്രഗിൾ മനസ്സിലാവില്ല. നമ്മുടെ ലൈഫ് നമ്മളൊന്ന് കുറച്ച് ഇംപ്രൂവ് ആയി കഴിഞ്ഞാൽ ബാക്കിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ അന്ന് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിരുന്നു. അത് ആക്ച്വലി നമ്മൾ റിലേറ്റ് ചെയ്യുമ്പം, രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യുമ്പം നമുക്ക് തോന്നുന്ന ഒരു തോന്നൽ മാത്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിവേ, അപ്പൊ എല്ലാ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ കുട്ടികളെ പോലെയും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ് ചെയ്യണം, ഏൺ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ, ഞങ്ങൾ എന്ന് പറയുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഞങ്ങൾ ആ വീടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരു ടൈപ്പ് ഓഫ് കുട്ടികളായിരുന്നു. എന്ന് വെച്ചാൽ പുറത്ത് വേറെ കുട്ടികളുമായിട്ട് വലിയ ഇന്ററാക്ഷന് പോവുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫാമിലി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യോ, പാർട്ടി അറ്റൻഡ് ചെയ്യോ, അങ്ങനെ സോഷ്യലി മറ്റുള്ള ആൾക്കാരായിട്ട് വലിയ ഇന്ററാക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്ന ഒരു കുട്ടികളല്ല. അതിനുള്ള സാഹചര്യം നമുക്കില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ കാണുന്ന സൊസൈറ്റിയുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ആകെ സ്കൂൾ മാത്രമാണ്. അതായത് ആ സ്കൂൾ എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയെ മാത്രമേ നമ്മൾ നമ്മുടെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളൂ. അവിടെ ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ ഡെഫിനറ്റ്ലി നമ്മൾ കാണുന്നത് ടീച്ചേഴ്സിനെയാണ്. അപ്പം ടീച്ചേഴ്സിന് കിട്ടുന്ന ഒരു പ്രിവിലേജ്, അവരുടെ ഒരു റെസ്പെക്റ്റ്, പിന്നെ ഉണ്ടല്ലോ, നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമുക്ക് വേറൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ലാത്ത സമയത്ത്, പ്രത്യേകിച്ച് സ്മാർട്ട് ഫോണും ഒന്നും ഉണ്ടായിരുന്നില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തത് നമ്മുടെ ടീച്ചേഴ്സാണ്. ഈവൻ അവരുടെ ഹെയർ സ്റ്റൈല്, അവർ സാരിയൊക്കെ കൊടുത്തു വരുന്ന രീതി, അവർക്ക് കുട്ടികളെ തല്ലാനുള്ള ഫ്രീഡം, വഴക്ക് പറയാനുള്ള ഫ്രീഡം, അവർ ക്ലാസ് എടുക്കുന്ന ആ ഒരു സ്റ്റൈല്, അങ്ങനെ പല കാര്യങ്ങളും നമ്മളെ ഇങ്ങനെ അട്രാക്ട് ചെയ്യും. ഒരു രീതിയിൽ പറയുവാണെങ്കിൽ, ആ ടീച്ചേഴ്സിന് കിട്ടുന്ന ആ ഒരു റെസ്പെക്ട്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞു എന്നെ ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷനിലേക്ക് അട്രാക്ട് ചെയ്തത്. ടു ബി ഫ്രാങ്ക്, ടീച്ചിങ്, പിന്നെ ഈ ഡോക്ടർ, നമ്മൾ പനിക്ക് ഒരു ആശുപത്രി പോകും, ഇപ്പൊ ഡോക്ടേഴ്സിനെ കാണുന്നുണ്ട്, പിന്നെ പോലീസ് കാണുന്നുണ്ട്, അല്ലാതെ വേറെ പ്രൊഫഷൻസിനെ പറ്റി നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഞാൻ ടീച്ചിങ് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു റീസൺ. ഞാൻ എൻ്റെ ക്ലാസ് 7 ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഐ വാണ്ട് ടു ബിക്കം എ മാത്സ് ടീച്ചർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഡയറി ഇപ്പോഴും എൻ്റെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ആ ഒരു സമയം മുതലേ ഞാൻ മനസ്സിൽ ഡിറ്റർമൈൻ ചെയ്ത്, ഐ ഹാവ് ടു ഏൺ സം മണി, ഹാവ് ടു ഇംപ്രൂവ് മൈ ലൈഫ് സ്റ്റാറ്റസ്. എൻ്റെ ആ ഒരു ലൈഫ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഞാൻ മണി ഏൺ ചെയ്യണം. അപ്പം അതിനുവേണ്ടി ഞാൻ നല്ലൊരു പ്രൊഫഷനിലേക്ക്, ഒരു റെസ്പെക്ട് ചെയ്യുന്ന, സൊസൈറ്റിയിൽ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൊഫഷനിലേക്ക് എത്തണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അന്നേ എൻ്റെ മനസ്സിൽ ചൂസ് ചെയ്ത് വെച്ചിരുന്ന ഒരു പ്രൊഫഷനാണ് ടീച്ചിങ്. ഓക്കെ, നോട്ട് ഓൺലി ദാറ്റ്, പിന്നീട് ഏത് സബ്ജക്ട് ടീച്ചർ ആകണം എന്നുള്ള ഒരു ഇതിലേക്കൊക്കെ വന്നപ്പോൾ എന്നെ മാത്സും ഫിസിക്സും ഒക്കെ പഠിപ്പിച്ച ഒരുപാട് ടീച്ചേഴ്സ്, അവരുടെ വേ ഓഫ്
ടേക്കിംഗ് ക്ലാസ്സസ്, അത് മാത്രമല്ല അവരുടെ സംസാര ശൈലി, അവർ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ടീച്ചേഴ്സ്. ചില ടീച്ചേഴ്സ് ഇൻഫ്ലുവൻസിങ് ആണ്, ചില ടീച്ചേഴ്സ് പറഞ്ഞാൽ ഇമ്പോസിങ് ആണ്. അപ്പോൾ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത ടീച്ചേഴ്സാണ് ആക്ച്വലി എന്നെ ഒരു സയൻസ് ടീച്ചറായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് എനിക്ക് തന്നത്. സോ അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയാം. ഞാനൊരു ഫിസിക്സ് ടീച്ചറായിരുന്നു നാട്ടിൽ. ഫിസിക്സ് എന്തുകൊണ്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ, ആക്ച്വലി ഞാൻ ആഫ്റ്റർ എൻ്റെ +2 ആ ഒരു സമയത്ത് ഞാൻ ബയോളജി എടുക്കാം. ആക്ച്വലി എനിക്ക് മെഡിസിൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷേ ഡോക്ടറൊക്കെ ആകാൻ പഠിക്കണമെങ്കിൽ ഒരുപാട് പൈസ വേണം എന്നുള്ളൊരു മിഥ്യാധാരണയല്ല, കുറച്ച് പൈസ വേണം. അപ്പോൾ എൻ്റെ ഫാമിലിക്ക് എന്താണോ അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ടീച്ചറാകാം. ബയോളജി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ ബയോളജി ഞാൻ ഡിഗ്രിക്ക് ബയോളജി എടുക്കാം എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ കമ്പ്യൂട്ടർ മുമ്പിൽ പോയി ഇരുന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് എനിക്ക് മാത്സും ഇഷ്ടമാണ്, പക്ഷെ ബയോളജി എടുത്താൽ എനിക്ക് മാത്സ് മിസ്സാകും. പക്ഷെ എനിക്ക് ഫിസിക്സും ബയോളജി ഒരുപോലെ ഇഷ്ടമാണ്. അപ്പം ഫിസിക്സ് എടുക്കുവാണെങ്കിൽ മാത്സും പഠിക്കാം. സോ അങ്ങനെയാണ് ഞാൻ ആ അവസാന നിമിഷം ഫിസിക്സ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തത്. ആൻഡ് ഐ എം വെരി ഹാപ്പി. ഞാനത് ചൂസ് ചെയ്തതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. എനിക്കറിയില്ല എത്ര പേര് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് അതത്ര ഇഷ്ടപ്പെട്ട് പഠിക്കും. ആ സമയം എനിക്കറിയാം. ഞാൻ എപ്പോഴും ഭയങ്കര എൻതൂസിയാസം ഉള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ലൈക്ക് എനിക്ക് ഇങ്ങനെ അതിനെപ്പറ്റി ഇപ്പം നമ്മളൊരു തിയറി പഠിച്ചാൽ അതിനെ പറ്റിയൊക്കെ വായിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ വിൻഡോ എന്ന് പറയുന്നത് ഓപ്പൺ വിൻഡോയാണ്. അതുവഴി നമ്മൾ ചാടിയാൽ ഒരു റീഡിംഗ് റൂം എന്ന് പറയുന്നൊരു റൂമുണ്ട്. അതിലിങ്ങനെ ഒരുപാട് സയൻസ് മാഗസിൻസ്, നോവൽസ് ഇതൊക്കെ ഇങ്ങനെ ചുമ്മാ വെച്ചിരിക്കാം. ലൈബ്രറി പോലെയല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം, എന്ത് വേണമെങ്കിലും വായിക്കാം, അങ്ങനെ ഒരു രീതിയിൽ. ഞാൻ ഫുൾ ടൈം അവിടെ ആയിരുന്നു. ഇൻ്റർവെല്ലൊക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ ഹോംവർക്ക് ചെയ്യും, അല്ലെങ്കിൽ റീഡിംഗ് റൂമിൽ പോയിരുന്ന് വായിക്കുകയും, അല്ലെങ്കിൽ തന്നെ നോട്ട് എഴുതുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു കുട്ടിയായിരുന്നു ഞാൻ. ആൻഡ് കുറേ ആൾക്കാർ പറയും, പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡൊക്കെ പറയും, ഒരിക്കലും നിങ്ങൾ സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്തില്ല എന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് ഞാൻ എൻജോയ് ചെയ്തിരുന്നത്. മനസ്സിലായില്ലേ? പല ആൾക്കാർ പല രീതിയിലായിരിക്കും എൻജോയ് ചെയ്തിരുന്നത്. എനിവേ അങ്ങനെ ഞാൻ ടീച്ചിങ് ചൂസ് ചെയ്തു. ആൻഡ് ടീച്ചിങ് ചൂസ് ചെയ്ത് ഞാൻ റിയലി ടീച്ചിങ്ങിലേക്ക് വന്നപ്പോഴാണ് അതിനകത്ത് കുറേ ബിറ്റർ ട്രൂത്ത്സ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലൈക്ക് നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പം നമ്മുടെ ടീച്ചേഴ്സിനെ, നമ്മുടെ പ്രൊഫസേഴ്സിനെയൊക്കെ കാണുമ്പം നമ്മളതിൻ്റെ ഒരു ഷൈനിങ് സൈഡ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു സൈഡ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അവരുടെ ശരിക്കുള്ള ലൈഫ് എങ്ങനെയാണ്, ഹൗ മച്ച് ദേ ഏൺ, അല്ലെങ്കിൽ ഹൗ മച്ച് ഹാർഡ് വർക്ക് ദേ പുട്ട് ഇൻ ടു ദെയർ പ്രൊഫഷൻ, അതൊന്നും നമ്മൾ കാണുന്നില്ല. സോ അതൊക്കെ ഞാൻ റിയലൈസ് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ റിയലി ടീച്ചിങ്ങിലേക്ക് വന്ന സമയത്താണ്. സോ ഞാൻ 2018 ഞാൻ എൻ്റെ ഫസ്റ്റ് സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ സാലറി 10,000 ആണ്. 10,000 എന്ന് പറയുന്നത് ഒന്നുമല്ലായിരുന്നു. അങ്ങനെ ആ ഒരു സത്യം ഞാൻ മനസ്സിലാക്കി. പക്ഷെ പിന്നീട് തിരിച്ച് നാട്ടിൽ വന്നിട്ട്, നാട്ടിലെ കൊറോണ ടൈമിലൊക്കെ ഭയങ്കര സ്ട്രഗിളിങ് ആയിരുന്നുവെങ്കിലും ഞാൻ പറയാം, ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്ത സ്കൂളിലൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സാലറി, അത് കുറവാണ് എന്നാലും അത്യാവശ്യം നമുക്ക് കടന്നു പോകാനുള്ള ഒരു സാലറി അതിനകത്തുനിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. ഇനി നിങ്ങൾ വിചാരിക്കും ഞാനിങ്ങനെ സാലറി ഒക്കെ കുറഞ്ഞത് കൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ജോലി ക്വിറ്റ് ചെയ്യുന്നത്. അല്ല, അത് ഒരു റീസൺ ആണ്, ഡെഫിനറ്റ്ലി അതൊരു റീസൺ ആണ് കേട്ടോ. കാരണം ഇപ്പം നമ്മളൊരു പേഴ്സണൽ ലോണിനോ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ബാങ്കിനെ അപ്രോച്ച് ചെയ്യാന്ന് വെച്ചോ, അവർ നമ്മളെ തിരിഞ്ഞു നോക്കില്ല. കാരണം ഒരു 20,000-30,000 രൂപ സാലറി ഉള്ള ഒരു പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചറിന് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ പറയുന്ന പോലെ 10-15 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഒരു ലോൺ കിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മളെ ജീവിതകാലം മുഴുവൻ ജോലി എടുത്താലും നമുക്കൊരു ഗുഡ് എമൗണ്ട് നീക്കിയിരിപ്പുണ്ടാകുകയില്ല. അതുപോലെ തന്നെ നമുക്കൊരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം എന്നുള്ളതും നടക്കില്ല. പിന്നെ നമുക്ക് കോൺട്രാക്റ്റ് ഉള്ള സമയത്ത് നമുക്ക് വേറൊരു ബിസിനസ്സിലോ വേറൊരിടത്ത് വർക്ക് ചെയ്യാനോ ഈവൻ പ്രൈവറ്റ് ട്യൂട്ടറിങ് പോലും പറ്റത്തില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻ അവിടെയുണ്ട്. പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജോലി ക്വിറ്റ് ചെയ്ത് അതുകൊണ്ടൊന്നും അല്ല കേട്ടോ. ഓഫ് കോഴ്സ് ടീച്ചിങ് എന്ന് പറയുന്ന ജോലിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അത് നമുക്കിപ്പം 8 to 5 എന്നുള്ളൊരു വർക്കിംഗ് ടൈം വെച്ചിട്ട് നമുക്കവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈവൻ ദോ നമുക്ക് 5 to അല്ലെങ്കിൽ 8 to 5 വർക്ക് ചെയ്ത് നിർത്തി വീട്ടിൽ വന്ന് റിലാക്സ് ചെയ്തിരിക്കാവുന്ന ജോലിയാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ ഒരു വർക്കിംഗ് സ്റ്റൈൽ അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ വർക്കിംഗ് കൾച്ചർ അനുസരിച്ച് നമുക്ക് അങ്ങനെ ഒരു ഫ്രീ ടൈം നമുക്ക് കിട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലെ ജോലി തീർത്തിട്ട് പിന്നെ വീട്ടിലേക്ക് വരുമ്പം ഓഫീസിലെ വർക്കുമായിട്ടൊരു ബേർഡൻ നമുക്കില്ല എന്നുള്ളൊരു രീതി നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഒരു വർക്കിംഗ് കൾച്ചറിൽ അതില്ല. പക്ഷെ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലെ എവിടെയാണെങ്കിലും, ഏത് ലോകത്തിൽ എവിടെയാണെങ്കിലും ടീച്ചേഴ്സിന് ഒരു ഹോംവർക്ക് ചെയ്യണം. ലെസൺ പ്ലാൻ ചെയ്യണം, ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യണം, മേ ബി മെറ്റീരിയൽസ്, ലേണിംഗ് മെറ്റീരിയൽസ് കണ്ടുപിടിക്കണം, ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്യണം, ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കണം, ക്വസ്റ്റ്യൻ പേപ്പർ ഇടണം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. ഈവൻ പേപ്പർ ചെക്ക് ചെയ്യണം,
അസസ്മെന്റ് പ്ലാൻ ചെയ്യണം, അങ്ങനെ ഒരുപാട് ജോലികളുണ്ട്. സോ അതൊക്കെ ഈ പറഞ്ഞ സ്കൂളിലുള്ള ആ ഒരു ടൈമിൽ തന്നെ തീർക്കുക എന്ന് പറയുന്നത് നടക്കില്ല. പ്രത്യേകിച്ച് ലെസൺ പ്ലാൻ എന്നൊക്കെ പറയുന്നത് ഇപ്പം ഒരു വീക്കിലെ ലെസൺ പ്ലാൻ ആണെങ്കിലും ഒരു ഡേയിലെ ലെസൺ പ്ലാൻ ആണെങ്കിലും നമ്മൾ അതിന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പം നമ്മൾ സ്റ്റുഡൻസ് സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നിരുന്ന ഹോംവർക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മളും ഹോംവർക്ക് ചെയ്താലേ നമുക്ക് സ്മൂത്ത് ആയിട്ട് നമുക്ക് ക്ലാസ് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. സോ എൻ്റെ സ്റ്റുഡൻസ് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾ ടീച്ചിങ് പ്രൊഫഷൻ എടുക്കാൻ പോകുന്നത്. ഞാൻ അവരോട് പറയും, see, if you are really passionate about teaching and if you think that you will enjoy teaching, you can go for it. But ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകണം, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനായിട്ട് എടുക്കാൻ പറ്റുന്ന അതങ്ങനെ ഒരു സംഭവം വർക്കാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ പറയുന്നത് സ്കൂൾ ടീച്ചേഴ്സിനെ പറ്റിയിട്ടാണ് കേട്ടോ. ലൈക്ക് ഇപ്പം ഗവൺമെന്റിലോ അല്ലെങ്കിൽ കുറച്ചും കൂടെയൊക്കെ സാലറി ഒക്കെ കൊടുക്കുന്ന പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ക് അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയല്ല. ഞാൻ നമ്മുടെ സാധാരണ സ്കൂളുകളിലുള്ള ടീച്ചേഴ്സിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതും പ്രൈവറ്റ് സ്കൂളുകളിലെ ടീച്ചേഴ്സിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. കാരണം ഇപ്പം നമുക്ക് ചില ജോലികളൊക്കെ നല്ല ഏർണിങ് നമുക്കുണ്ടെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടാതെ ചെയ്യുന്ന ജോലികളുണ്ടല്ലോ, നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുള്ളായി നമ്മൾ ഒരിക്കലും ആസ്വദിച്ച് ചെയ്യാത്ത, നമുക്ക് ഇന്ന് ഓഫീസിൽ പോകാൻ തന്നെ തോന്നുകയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാഗി പോകുന്ന ടൈപ്പ് ഓഫ് ജോലികൾ. അപ്പോൾ അതിലും ഭേദം എന്താണെങ്കിലും നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത് നമ്മളെ അതിൻ്റെ ഒരു ഹാപ്പിനെസ് എൻജോയ് ചെയ്യുന്ന, ഏണിങ് കുറവാണല്ലോ അങ്ങനെയുള്ള ജോലികളാണെങ്കിൽ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ടീച്ചിങ് അതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഫഷൻ ആണെങ്കിൽ ഞാൻ പറയും നിങ്ങളത് ചൂസ് ചെയ്തു എന്ന്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇതിലേക്ക് വരാം. ഞാൻ എന്തിനാണ് ടീച്ചിങ് ക്വിറ്റ് ചെയ്തതെന്ന്. ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞല്ലോ, അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് ഏൺ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ ലൈഫ് ടൈം മുഴുവൻ ഞാൻ ഏൺ ചെയ്താലും എനിക്ക് നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാനോ ഈ പറയുന്ന ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് എൻ്റെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരാനോ ഒന്നും എനിക്ക് പറ്റില്ല. സോ ഇപ്പം എന്നോട് ചോദിക്കുവാണ് ഇവിടെ വന്നിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി യുനോ my intention when I migrate to UK was just to make money. So ആ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ യെസ്, ഓഫ് കോഴ്സ് ഐ എം മേക്കിംഗ് മണി. നാട്ടിൽ ഞാൻ എൻ്റെ പ്രൊഫഷൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പൈസ ഉണ്ടാക്കുന്നില്ല. കാരണം നമുക്ക് പൈസ വേണമല്ലോ. കാരണം ഇപ്പം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയോ നമ്മുടെ ഫാമിലി ആരെങ്കിലുമൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെ ഡെഫിനറ്റ്ലി നമുക്ക് പൈസ വേണം. പിന്നെ ഇവിടെ വന്നപ്പം ഇപ്പം ഞാൻ ഇഷ്ടപ്പെട്ട പ്രൊഫഷനിലല്ല ഞാനിപ്പോൾ നിൽക്കുന്നെങ്കിലും ഞാൻ എൻ്റെ പ്രൊഫഷനിലേക്ക് മാറാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ഐ എം ട്രൈയിങ്. പക്ഷേ മേക്കിംഗ് മണി എന്നുള്ളത് നോക്കിയാൽ ഫാർ ബെറ്റർ. കാരണം ഞാൻ നാട്ടിൽ ജോലി ചെയ്തതിനെ കഴിഞ്ഞും പറയുവാണെങ്കിൽ എത്ര ഇരട്ടി എന്ന് ചോദിച്ചാൽ 10-12 ഇരട്ടി എമൗണ്ട് ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഐ എം സാറ്റിസ്ഫൈഡ് ഇൻ ദാറ്റ് വേ. മേക്കിംഗ് മണി എന്നുള്ള രീതിയിൽ ഞാനിവിടെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടീച്ചിങ് എന്ന് പറഞ്ഞത് ക്വിറ്റ് ചെയ്ത് എന്തിനാന്ന് ഉള്ളതിപ്പോൾ മനസ്സിലായില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഇപ്പം പ്രൈവറ്റ് സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പലരും മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരായിരിക്കും. സോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ എന്നെ പോലെ മൈഗ്രേറ്റ് ചെയ്യാനൊന്നും പറ്റണം എന്നില്ല. കാരണം ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് എനിക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും UK എന്ന് പറയുന്ന ഒരു വലിയ കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ എനിക്ക് ഒരിക്കലും പറ്റില്ലായിരുന്നു. സോ അവർക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് ഉണ്ടാവില്ല. അപ്പം അതിനെ ചൂഷണം ചെയ്യുന്ന മാനേജ്മെന്റുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ടു ബി ഫ്രാങ്ക്, എനിക്ക് തോന്നിയിട്ടുള്ള, ഞാൻ ഹിന്ദു മാനേജ്മെന്റ് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ പഠിച്ചിട്ടുമുണ്ട്, ട്രെയിനിങ്ങിനും ഞാൻ അങ്ങനെ ഒരു സ്കൂളിലാണ് പോയത്. ഓഫ് കോഴ്സ് ബാക്കി അതുപോലത്തെ റിലീജിയസ് ആയിട്ടുള്ള അങ്ങനത്തെ ബോഡീസ് മാനേജ് ചെയ്യുന്ന സ്കൂൾസിൽ കുറേയധികം കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന്, അവിടെ ആ ഒരു കാസ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു റിലീജിയനിലുള്ള ആൾക്കാർക്ക് ജോലിക്കുള്ള കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നു. പ്ലസ് അവരുടെ ആ ഒരു റിലീജിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ പഠിപ്പിക്കുന്നതും അത് സ്റ്റുഡൻസിലേക്ക് ഇമ്പോസ് ചെയ്യുന്നതും ഒക്കെ ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു കാര്യമാണ്. എനിക്ക് ഞാൻ വർക്ക് ചെയ്തൊരു ഞാൻ കേരളത്തിൽ വന്നിട്ട് ആദ്യം വർക്ക് ചെയ്തൊരു സ്കൂളിൽ, കൊറോണ ടൈമിൽ ഞാൻ വർക്ക് ചെയ്തൊരു സ്കൂളിൽ, അവിടെ ഈ പറയുന്ന ഒരു ഹിന്ദു മാനേജ്മെന്റ് സ്കൂളായിരുന്നു. അവിടെ ഈ പറയുന്ന അതുപോലത്തെ പ്രാർത്ഥനകള്, പൂജകള്, അങ്ങനത്തെ, ഓഫ് കോഴ്സ് ഞാൻ അതിനൊന്നും എതിരല്ല. പക്ഷെ അതൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്നതിനോട് പറഞ്ഞു കൊടുക്കുക. എന്നെ എൻ്റെ ഒരു സാറുണ്ടായിരുന്നു, ഞാൻ UP സ്കൂളിൽ പഠിപ്പിച്ചപ്പം. അപ്പോൾ ആ സാർ എപ്പോഴും പറയുമായിരുന്നു, യു ഹാവ് ടു ലേൺ അബൌട്ട് ഡിഫറെൻറ്റ് റിലീജിയൻസ്. അപ്പം എപ്പോഴും സാറ് പറഞ്ഞത് മതം അല്ല പഠിപ്പിക്കേണ്ടത്, മതത്തെ പറ്റിയാണ് പഠിപ്പിക്കേണ്ടതെന്ന്
ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു രീതിയിലാണ് ഞാൻ ചിന്തിക്കുക. കാരണം കുട്ടികളോട് പല മതങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടി പറയാം. അല്ലാതെ ഇന്ന മതമാണ് നല്ലത്, അല്ലെങ്കിൽ ആ ഒരു സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് ഇതായതുകൊണ്ട് ഈ മതമാണ് നല്ലത്, എല്ലാ കുട്ടികളും അത് ഫോളോ ചെയ്യണം എന്നുള്ള ആ ഒരു സംഭവത്തിനോട് എനിക്കൊരു യോജിപ്പുമില്ല. പക്ഷേ നമ്മൾ ഒരു പ്രൈവറ്റ് സ്കൂളിൽ അങ്ങനെ ടീച്ചിങ് നടത്തുന്ന സമയത്ത് നമുക്ക് വേറെ വഴിയില്ല. ബിക്കോസ് അത് നമ്മുടെ എന്താണ് നമ്മുടെ ഏണിംഗ് ആണ്, നമ്മുടെ കഞ്ഞി കുടിക്കാനുള്ള വകയാണ്. അപ്പം മാനേജ്മെന്റ് പറയണം നിങ്ങൾ ക്ലാസ്സിനിടയ്ക്ക് ഇതുപോലെ പ്രാർത്ഥനകൾ നടത്തണമെന്ന് പറഞ്ഞാൽ നമുക്കതിനെ എതിർക്കാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മൾ അതിനെ എതിർത്താൽ നമുക്ക് ആ ജോലിയില്ല. സോ അങ്ങനെ ഒരു രീതി. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ എപ്പോഴും പറഞ്ഞ സ്കൂളിൽ ഈ പറഞ്ഞ റിലീജിയൻ, ജെൻഡർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ന്യൂട്രൽ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതിന് പുറത്ത് സ്കൂളിന് പുറത്ത് ഇതൊക്കെ പഠിപ്പിച്ചോട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. ഈവൻ ഞാൻ സ്കൂളിൽ പോകുമ്പോഴൊന്നും ഈ പറഞ്ഞ ചന്ദനക്കുറി തൊടുവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. ബിക്കോസ് ഞാനത് ഞാൻ പറഞ്ഞല്ലോ, എന്നെ എൻ്റെ ടീച്ചേഴ്സാണ് ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുപോലെ ഞാൻ ഇങ്ങനത്തെ റിലീജിയസ് ആയിട്ടുള്ള സിമ്പിൾസ് ഒക്കെ ഇട്ടുകൊണ്ട് പോയിട്ട് അത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയി ഒരു കുട്ടിയും അങ്ങനെ വരരുത്. അല്ലാതെ എന്താ കൊന്തമാലയോ ചന്ദനക്കുറിയോ ഒന്നും കുട്ടികൾ അങ്ങനെ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് വരരുത്. അല്ലാതെ അവർ ക്രിട്ടിസൈസ് ചെയ്ത് ഓരോ റിലീജിയസിനെയും ക്രിട്ടിസൈസ് ചെയ്ത് അതേപ്പറ്റി പഠിച്ചിട്ട് അവർക്ക് ഏതാണോ ചൂസ് ചെയ്യേണ്ടതെന്ന് അവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ അവർ വന്നോട്ടെ. അങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ടുമൊക്കെ നാട്ടിലെ ടീച്ചിങ് എന്ന് പറയുന്നത്, ഓഫ് കോഴ്സ് ക്ലാസ്സിൽ ചെന്ന് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ഓഫ് കോഴ്സ് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ഓഫ് കോഴ്സ് എനിക്ക് ഈ പറയുന്ന നമ്മുടെ ജെൻഡർ ഇതുള്ള കുട്ടികളുണ്ടല്ലോ, അങ്ങനത്തെ കുട്ടികളെ പറ്റിയൊക്കെ ഭയങ്കര ബാഡ് കമൻസ് ചെയ്യുന്ന ടീച്ചേഴ്സ് തന്നെ ഉള്ളപ്പം യുനോ നമുക്ക് നമ്മളൊരു വല്ലാത്തൊരവസ്ഥയിലാണ്. നമുക്ക് മിണ്ടാതിരിക്കാനേ പറ്റത്തുള്ളൂ. നമുക്കതിനെ എതിർത്ത് സംസാരിക്കാനോ, പ്രത്യേകിച്ച് ഞാനൊരു ജൂനിയർ ആയിരുന്ന സമയത്ത് സീനിയർ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനോ ഒന്നും പറ്റില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടും ഒക്കെ കൂടിയാണ് ഞാൻ ഓഫ് കോഴ്സ് അത് ക്വിറ്റ് ചെയ്തത്. ബട്ട് ഡെഫിനറ്റ്ലി ഞാനൊരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയി കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരണം. ആൻഡ് ടീച്ചിങ് അത് കണ്ടിന്യൂ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. സോ നിങ്ങളിത് കാണുന്ന പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ പട്ടിപ്പണി, പിച്ചക്കാശ്, പിന്നെ പുറത്തെന്തോ ഭയങ്കര എന്താണ് ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സംഭവങ്ങൾ, അതാണ് ടീച്ചിങ് എന്ന് പറയുന്നത്, പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചിങ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് പറയുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എന്നോട് പറയുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.